ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഹൃദയയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അമ്പിയോട് പറയുക, നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാത്ത ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മുറിയിലിട്ട് ഒരു ജീവി പോലും അറിയാതെ നിങ്ങളെ ഞാൻ കൊല്ലും. എവിഡൻസ് മുഴുക്ക നിങ്ങളുടെ മകനെതിരാക്കി നിങ്ങളെ കൊന്നത് അവനാണെന്ന് ഞാൻ വരുത്തി തീർക്കും. എന്നിട്ട് ആ പഴി നിങ്ങളുടെ മകൻ്റെ പുറത്ത് ഞാൻ ആക്കും. എന്നിട്ട് അവനെ ഞാൻ സെൻട്രൽ ജയിലിൽ അടപ്പിക്കും. ഇത് വെറും മനസമാധാനത്തിന് വേണ്ടിയോ തൽക്കാലം ഞാൻ ജയിക്കാൻ വേണ്ടിയോ പറയുന്ന പാഴ്വാക്കാണെന്ന് കരുതരുത്. കേട്ടോടി അമ്പിയെ, എൻ്റെ അമ്മയും അച്ഛനെയും രക്ഷിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. ഇത് ഞാൻ ചെയ്യുന്നതല്ല, നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. ആരാണെന്നറിയോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എൻ്റെ ദൈവം. അതുകൊണ്ട് അതുവരെ ഇങ്ങനെ വെല്ലുവിളിച്ച് നിങ്ങൾ നടന്നോ. നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അംബികയോട് ഇത്രയും പറഞ്ഞിട്ട് ഋതിക നടന്നങ്ങ് പോവുക. അംബിക ആകെ ഞെട്ടി ഫൈന് നിൽക്കുക. ഇത്രയും ദേഷ്യഭാവത്തിൽ ഋതിക ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. തീർച്ചയായും അവളിത് ചെയ്യുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് അംബിക. അങ്ങനെ വിഷു ആഘോഷിക്കാൻ വന്ന വേണുവേട്ടനും രാധമ്മയും ജയനും പ്രിയയും രാജുവും ഋതിയും എല്ലാം പ്രതാപന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അടുത്ത് തന്നെ ശേഖരനും യാമിനിയും നിൽക്കുന്നുണ്ട്. വേണുവേട്ടൻ പറയുന്നു, എന്നാൽ വർമ്മ സാറേ, ഞങ്ങൾ ഇനി പൊയ്ക്കോട്ടെ. പ്രതാപൻ വലിയ സങ്കടത്തിലാണ്. സോറി വേണുവേട്ട, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? പലപ്പോഴും കൂടി കിട്ടിയ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. പക്ഷെ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ കൺട്രോൾ തെറ്റിപ്പോയി. അതൊന്നും സാരമില്ല സാറേ, ഞങ്ങളാരും അത്ഭുത ജീവികളൊന്നും അല്ലല്ലോ. പച്ച മനുഷ്യരല്ലേ, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നെന്നിരിക്കും. അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. പ്രതാപൻ രാധമ്മയോട് പറയാം, രാധമ്മേ, കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കല്ലേ. ഇനിയുള്ള സമയങ്ങളിലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ജീവിക്കാൻ നോക്ക്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്തൊരു സാമർഥ്യം പ്രതാപന്, എന്നാൽ സ്വന്തം ജീവിതത്തിൽ മാത്രം അതൊന്നുമില്ല. എടാ ശേഖര, കാർ റെഡിയല്ലേ? റെഡിയാണ് ചേട്ടാ. വർമ്മ സാറേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വേണുവേട്ടൻ യാത്ര ചോദിക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. വേണുവേട്ടനും രാധമ്മയും രാജുവും ഋതികയും ജയനും പ്രിയയും എല്ലാം അവരുടെ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ അവർ കാണുന്ന കാഴ്ച, വീടിൻ്റെ മുറ്റത്ത് അവരുടെ വീടിനകത്തിരുന്ന ഫർണിച്ചറുകളും എല്ലാം വാരി വെളിയിൽ വലിച്ചെറിഞ്ഞിട്ടേക്കുന്നു. എൻ്റെ ദൈവമേ, എന്തായി കാണുന്നത്? വേണുവേട്ട, ഇത് കണ്ടോ? എന്തിങ്ങനെ രാധമ്മ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വേണുവേട്ട, ഇതാ രുക്മിണിയും അവരുടെ മോനും കൂടെ കാണിച്ച അക്രമമാണ്. ഒരാൾ ഓടി വന്ന് അവരോട് പറയുവാണ്, നിങ്ങൾ വിഷു പ്രമാണിച്ച് വർമ്മ സാറിൻ്റെ വീട്ടിൽ പോയിരിക്കുവാരെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇവിടെ ബഹളം കേട്ടോണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴേ ആ വടിവാള് ഭാസ്കരൻ. വേണുവേട്ടൻ ചോദിക്കുന്നു, എന്ത് വടിവാള് ഭാസ്കരനോ? ഞങ്ങൾ ചിലരൊക്കെ ചേർന്ന് അവനോട് ചോദിച്ച്. അപ്പോഴേ അവൻ ഞങ്ങളോട് പറയുക, രുക്മിണി ഈ വീടും പറമ്പും അവന് വിറ്റെന്ന്. അത് കേട്ടിട്ട് രാജു ചോദിക്കോ, വിറ്റെന്നോ? വാടകക്കാരായ ഞങ്ങളോട് ചോദിക്കാതെയോ? ആഹാ, തെമ്മാടിത്തരം കാണിക്കുന്നു. എന്നാൽ അതൊന്നും അറിയണമല്ലോ. വേണുവേട്ടൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. രാധമ്മ പറയാം, എങ്കിലും എത്രമാത്രം അക്രമമായി കാണിച്ചു വെച്ചിരിക്കുന്നത്, മര്യാദയോട് കാണിക്കുന്നു. ആരാ ഇവിടെ എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ അകത്തുനിന്ന് ഒരുത്തൻ ചിരിച്ചോണ്ട് വന്ന് ചോദിക്കുന്നു, ആഹാ, നിങ്ങളായിരുന്നോ? നിങ്ങളെ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാരി പുറത്തോട്ടെറിഞ്ഞത്. എന്ത് മര്യാദകടാടോ താൻ ഈ കാണിച്ചതെന്ന് രാജു ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുക. നിന്റെ ഗുണ്ടായിസം ഈ മുറ്റത്താണോടാ കാണിക്കേണ്ടത്? വേണുവേട്ടനും ചോദിക്കുന്നുണ്ട്. ഇടോ, ഇത് തൻ്റെ വീടൊന്നും അല്ല. താൻ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഈ വീടും പറമ്പുമൊക്കെ ഞാൻ വാങ്ങിച്ച വിവരം തന്നോട് ആരും പറഞ്ഞില്ലയോ? ഹൃദയം വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ താമസിക്കുന്ന വാടകക്കാരോട് ഇത് പറയണ്ടേ? താൻ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളിവിടെ ഇല്ലാത്ത സമയം നോക്കി വീട് പൊളിച്ചകത്ത് കയറിയത്? ദാണ്ട കൊച്ചേ, നീ വർമ്മ സാറിൻ്റെ മോളാന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട. ഇതേ ഭാസ്കരനാ, വടിവാള് ഭാസ്കരൻ. എടോ, താൻ വടിവാളോ പിക്കാസോ എന്തു ആയിക്കോട്ടെ, അതിന് ഞങ്ങൾ എന്ത് വേണോടോ? ഞങ്ങൾ ഇല്ലാത്ത നേരം നോക്കി വീട് കുത്തിത്തുറന്ന് അകത്ത് കയറി ഈ ധിക്കാരം കാണിച്ചത് എന്ത് ധൈര്യത്തിലാണെന്നാണ് തന്നോട് ഞാൻ ചോദിച്ചത്. രാജു അങ്ങനെ ചോദിക്കുമ്പോൾ വേണുവേട്ടനോട് ഓടി വന്ന് വിവരം പറഞ്ഞ അയാളും അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പറയാ, ഭവനവേദനമാണ് കാണിച്ചിരിക്കുന്നത്, പോലീസിനെ വിളിക്ക് രാജു. ഈ അക്രമം കാണിച്ചേനെ ഇവനെ പിടിച്ച് 4 ഇടി കൊടുക്കട്ടെ. അയാൾ അങ്ങനെ പറഞ്ഞത് വടിവാൾ ഭാസ്കരന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ ആരോടാടാ കളിക്കുന്നത് എന്നും പറഞ്ഞ അയാൾ ഷർട്ടിന്റെ കുത്തിന് കയറി പിടിക്കുവാണ്. ഞാൻ ഈ നാട്ടുകാരനാടാ, എന്താടാ നിനക്ക്? അക്രമം കണ്ടാൽ ഞങ്ങൾ കൈകെട്ടി നിൽക്കണോ? എന്നാൽ നീ കൈകെട്ടി നിൽക്കണ്ടാടാ, കൈകൊണ്ട് ഞാനൊന്ന് തരാടാ എന്നും പറഞ്ഞ അയാളുടെ കർണക്കുറ്റിക്ക് ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അയാൾ. അങ്ങനെ ന്യായം പറഞ്ഞവനും ഭാസ്കരനും അടിയും പിടിയും വലിയ രാജുവും വേണുവേട്ടനും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ബൈക്കിൽ അങ്ങോട്ട് ഹരീഷും ശ്രീലക്ഷ്മിയും വരുവാണ്. ഭാസ്കര എന്ന് വിളിക്കുന്നുണ്ട് ഹരീഷ്. വലിയ അഹങ്കാരത്തോടെ ഹരീഷും ശ്രീലക്ഷ്മിയും അങ്ങോട്ട് വന്നിട്ട് രാജുവിനോട് ഹരീഷ് പറയാം, ഞങ്ങളുടെ വീട് ഞങ്ങളങ്ങ് വിറ്റു. ദാണ്ട ഈ ഭാസ്കരന്. ഇതാണോടാ നിന്റെ മര്യാദ? രാജു ചോദിക്കുന്നുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരോട് പറയാതെ അവരുടെ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതെ ആണോടാ വീട് വിൽക്കുന്നത്? വീട് കുത്തിത്തുറന്ന് അകത്ത് കയറി ഈ കാണിച്ചതൊക്കെ എന്തൊരു തോന്നിയവാസമാടാ. വലിയ നെകളിപ്പോടാ ഹരീഷ് പറയാ, ഈ വീട് വാങ്ങിച്ചതേ ഭാസ്കരനാ. ഭാസ്കരന്റെ തൊഴിലെന്താണെന്ന് അറിയാലോ. അവൻ്റെ ശൈലിയിൽ ഇതൊക്കെ അങ്ങ് കാണിച്ചു. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഹരീഷിനോടൊപ്പം ശ്രീലക്ഷ്മിയിൽ നിന്നാണ് ഇതെല്ലാം കാണുന്നതും കേൾക്കുന്നതും.
എന്താടാ നീ പറഞ്ഞത്? അവന്റെ ശൈലിയിൽ ഇതൊക്കെ ഞാൻ കാണിച്ചെന്നോ? ഇതൊക്കെ നീയും നിന്റെ അമ്മയും ചേർന്നുള്ള കളിയാ. ആരോടാ കളിക്കുന്നത് നിനക്ക് വല്ലതും മനസ്സിലായോടാ എന്നും ചോദിച്ച് രാജു ഹരീഷിന്റെ ഷർട്ടിന്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ ശ്രീലക്ഷ്മി ഉടനെ പറയാം, കൈയെടുക്ക്, ദേഹത്തോട്ടുള്ള കളിയൊന്നും ഇവിടെ വേണ്ട. ഇവർ പാവങ്ങളാണെന്ന് കരുതി എന്തും അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾ പോലീസിനെ വിളിക്ക്. ആ വന്ന അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഋതിക പറയാ, പോലീസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരീഷ്, പോലീസിനെയോ പട്ടാളത്തെ ആരെ വേണമെങ്കിലും വിളിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. വീട് ഞങ്ങൾ ഭാസ്കരന് വിറ്റു. ഇനി നിങ്ങൾക്ക് താമസിക്കണമെങ്കിലേ നിങ്ങൾ വേണമെങ്കിൽ ഭാസ്കരനോട് ചോദിക്ക്. ഉടനെ ഭാസ്കരൻ പറയാ, എന്നോട് ആരും ചോദിക്കണ്ട. ഞാൻ വീട് വാങ്ങിച്ചത് എനിക്ക് കുടുംബമായിട്ട് ജീവിക്കാനാ, അല്ലാതെ എനിക്ക് വാടകയ്ക്ക് കൊടുക്കാനും ഒന്നും അല്ല. നിങ്ങളുടെ വീട് നിങ്ങൾ വിറ്റു, അത് നിങ്ങളുടെ ന്യായം. പക്ഷേ വാടകക്കാരായ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇതിനകത്ത് കയറി ഈ അതിക്രമം കാണിക്കാൻ പറഞ്ഞത് ആരാടാ? നീയോ നിന്റെ അമ്മയോ അതോ ദാണ്ട് ഇവളോ? ശ്രീലക്ഷ്മിയെ കാണിച്ചിട്ട് ചോദിക്കുക. ഭാസ്കരൻ പറയുക, ഞാൻ വില കൊടുത്ത് വാങ്ങിയ വീട്ടിലെ ഞാൻ പലതും ചെയ്യും, നീ ആരാടാ ചോദിക്കാൻ എന്നും പറഞ്ഞ് ഭാസ്കരൻ അരയിലിരുന്ന കത്തിയെടുത്ത് രാജുവിൻ്റെ നേരെ ഓങ്ങുകയാണ്. രാജുവും ഭാസ്കരനും കൂടെ അങ്ങനെ കത്തിയുമായിട്ട് പിടിവലിയാണ്. എല്ലാത്തിനെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുകടാ എന്നും പറഞ്ഞ് ഭാസ്കരൻ വീരവാദം മുഴക്കുവാണ്. അതുവരെ ക്ഷമയോടെ നിന്ന വേണുവേട്ടൻ ഭാസ്കരന്റെ നെഞ്ചത്തൊരൊറ്റ തൊഴി ദാണ്ട ദൂരെ തെറിച്ചു പോയി കിടക്കുന്നു ഭാസ്കരൻ. എടാ, ഇതേ ഇവന്റെയോ ഈ നിൽക്കുന്ന ഇവളുടെയോ അഥവാ ഇവന്റെ അമ്മയോടോ നിർദ്ദേശപ്രകാരം ഞങ്ങൾ താമസിച്ച വീട്ടിൽ കയറി അക്രമം കാണിച്ചതിന് തന്നതാടാ, കേട്ടോടാ എന്നിങ്ങനെ പറയുമ്പോൾ ദാ വടിവാള് ഭാസ്കരൻ ഭയന്ന് ഓ എന്ന് പറയുവാണ്. പാണ്ടിലോറിയുടെ അടിയിൽപ്പെട്ട പൊട്ടത്തവളയെ പോലെ ദാണ്ട വടിവാൾ ഭാസ്കരൻ വീണ് കിടക്കുന്നു. അത് കണ്ടിട്ട് ഹരീഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും ധൈര്യം പോയി. ഈ സമയത്ത് ദീപക് ഇങ്ങനെ മൊബൈലിൽ എന്തൊക്കെയോ ഞോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അനന്തംപിള്ളയുടെ ഫോൺ വരുന്നു. അനന്തംപിള്ള അങ്കിളിന്റെ ഫോണാണല്ലോ. എന്താണ് ഈ സമയത്ത്? മോനെ ദീപക്കെ, നീ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിലേ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരുന്നതാ. നാളെ ആ വീട്ടിലെ ഹും എന്നൊരു ഭൂകമ്പം നടക്കും. അയ്യോ, ഭൂകമ്പമോ? എന്താങ്കിലേ? എൻ്റെ മോനെ, നീ പേടിക്കൊന്നും വേണ്ടടാ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. നിന്നെ ഞാൻ മുഖ്യമന്ത്രി പദവിയിൽ കൊണ്ടുവന്ന് എത്തിക്കും. അതാണ് ഈ അനന്തംപിള്ളയുടെ പൊളിറ്റിക്സ്. അനന്തംപിള്ള പറഞ്ഞത് എന്താണെന്നൊന്നും മനസ്സിലാകാതെ പൊട്ടൻ ദീപക് ഇങ്ങനെ ഫോണും നോക്കിയിരിക്കുക. രാജുവിന്റെ വീട്ടോട്ടപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് പോലീസുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം? രാജു പറയുക, സാറേ ഇത് ഇവന്റെ വീടാ, ഈ ഹരീഷിന്റെ. വർഷങ്ങളായി ഞങ്ങൾ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. വന്നിരിക്കുന്ന പോലീസുകാരനോ പൂലോക കള്ളൻ, അംബികയുടെ വലങ്കയും രുക്മിണിയുടെ ഇടങ്കയുമാണ്. ഇതൊന്നും അറിയാതെ ഋതിക പറയുക, സാറേ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവർ പൂട്ട് പൊളിച്ചകത്ത് കയറിതാണ് ഈ അക്രമങ്ങളൊക്കെ കാണിച്ചു. എന്താ ഭാസ്കര, ഈ വിധ കലാപരിപാടികളൊന്നും അവസാനിപ്പിക്കാറായിട്ടില്ലേ? എന്താ ഞാൻ അകത്തിട്ട് പെരുമാറണോ? കൈക്കൂലി പോലീസുകാരൻ ഹരീഷിനോട് ചോദിക്കുന്നു, ഈ വീട് തൻ്റെ പേരിലുള്ളതാണോ? ഇത് എൻ്റെ അമ്മയുടെ പേരിലുള്ളതാ. എൻ്റെ അമ്മ ഈ ഭാസ്കരൻ ഈ വീട് വിറ്റു. വീട് വിറ്റതൊക്കെ ശരി, പക്ഷേ വാടകക്കാരനും വീട് വിട്ട ആളിനും ചില കരാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കാതെ ഈ അക്രമം കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്നിട്ട് രാജുവിനെ നോക്കി പറയാ, ഇവനെയൊക്കെ പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടിട്ട് തല്ലാന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. എന്നിട്ട് ഹരീഷിനെ വിളിച്ചിട്ട് താനിങ്ങ് വന്നേ എന്ന് പറയുവാണ് പോലീസുകാരൻ. രാജുവിനെ സപ്പോർട്ട് ചെയ്ത് അയാൾ പറയുക, ഇത് ഒത്തുകളിയാ. ഈ രുക്മിണി അയാളെ നേരിട്ട് കണ്ടിട്ട് കാശും കൊടുത്തതാ. ഹരീഷിനെ മാറ്റി നിർത്തി സംസാരിച്ചിട്ട് പോലീസുകാരൻ വന്നിട്ട് പറയാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വേറൊരു വാടക വീട് അന്വേഷിക്കുക. അതാണോ സാറേ മര്യാദ? അതാണോ ന്യായമായ പരിഹാരം? ഋതിയെ അങ്ങനെ ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയാം, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് വീട് വിറ്റുപോയി. വാങ്ങിച്ചവനാണെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറുമല്ല. എന്നിട്ട് പോലീസുകാരൻ്റെ വക ഒരു അഫനയും, എടാ ഭാസ്കര, നീ മുറ്റത്ത് വലിച്ചെറിഞ്ഞ ഇവരുടെ വീട്ടു സാധനങ്ങളെല്ലാം ഈ വരാന്തയിലും സിറ്റൗട്ടിലൊക്കെ പെറുക്കി വെച്ചോണം. വേണ്ടേ, ഒരു മുട്ടുസൂചി പോലും നഷ്ടപ്പെടാൻ പാടില്ല. അവർ പകരം വീടെടുത്ത് വരുമ്പോൾ എല്ലാം തിരികെ കൊടുത്തേക്കണം. എന്തെങ്കിലും അഭ്യാസം നീ കാണിച്ച ചവിട്ടി നിന്റെ എല്ലി ഞാൻ ഒടിച്ചു കളയും. ഒരു വലിയ അഭിനയൊക്കെ അങ്ങോട്ട് കാഴ്ച വെക്കുന്നുണ്ട് പോലീസുകാരൻ. വിജയഭാവത്തിൽ ഹരീഷും ശ്രീലക്ഷ്മിയും ചിരിക്കുവാണ്. ഋതിക രാജുവിനോട് പറയാം, അഭ്യാസം കാണിക്കുന്ന ഈ പോലീസുകാരന് ഞാൻ ചോദിക്കട്ടെ രാജു? വേണ്ട ഋതു, ഒരു പ്രയോജനമില്ല. പിന്നെ അവനോട് വഴക്കുണ്ടാക്കി അതിൻ്റെ പുറകിനൊന്നും നടക്കാൻ എനിക്ക് നേരവും ഇല്ല. എന്നിട്ട് അഡ്വാൻസ് തിരികെ കൊടുക്കടോ. പോലീസുകാർ ഒരാജ്ഞ. പെട്ടെന്ന് ഹരീഷ് തൻ്റെ അഡ്വാൻസ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു. എല്ലാം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പോടെയാ. അഡ്വാൻസ് 20,000 രൂപ എന്നാ അമ്മ പറഞ്ഞത്, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണുവേട്ടൻ പറഞ്ഞു, ശരിയാ. ഇനി അമ്മ തന്ന കണക്ക് പറയാം. മുൻവാതിലിന്റെ കട്ടള ഒടിഞ്ഞിട്ടുണ്ട്. അടുക്കളയുടെ വാതിലിന്റെ ഒരു പാളി നശിച്ചു. ഭിത്തികളിൽ ഒരുപാട് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഷോക്കേസ് ചെതലെടുത്തു. ഇതിനെല്ലാം കൂടി 16,000 രൂപ നഷ്ടപരിഹാരമായിട്ട് എടുക്കുന്നു. ബാക്കി 4,000 രൂപ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. രാജു വേണുവേട്ടനോട് പറഞ്ഞു, ആ കാശ് മേടിക്കണ്ടാച്ചാ. അപ്പോൾ പോലീസുകാരൻ പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിൻ്റെ പേരിൽ ഇനിയുടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്തോ വലിയ മല മറിച്ചതുപോലെ പോലീസുകാരൻ വന്നിട്ട് പോവുകയാണ്.
രാജു ഹരീഷിനോട് പറയുക, ബാക്കി 4000 രൂപ ഉള്ളത് നിന്റെ കയ്യിൽ തന്നെ വെച്ചേരടാ. നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന് പിണ്ണം വെക്കാനുള്ളതാ. നുറുക്കലരിയും കച്ചത്തോർത്തും വാങ്ങിച്ചോടാ. രാജു ഹൃതിയോട് പറയുന്നു, മാറി ഉടുക്കാനുള്ള ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ, നമുക്ക് പോകാം. അങ്ങനെ രാധമ്മയും പ്രിയയും ഹൃതിയയും അവർ കൊടുക്കാനുള്ള തുണികളൊക്കെ അതിൽ നിന്നിങ്ങനെ വാരി വലിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഹരീഷും ശ്രീലക്ഷ്മിയും വലിയ സന്തോഷത്തോടെ നോക്കി കാണുന്നുണ്ട്. രാജുവും വേണുവേട്ടനെ അവളെ നോക്കി ഭസ്മമാക്കുന്ന പോലെ നോക്കുന്നുണ്ട്. സത്യത്തിൽ വടിവാൾ ഭാസ്കരന് പോലും ഉള്ളിൽ സങ്കടം വരുന്നുണ്ട് ആ സീൻ കണ്ടിട്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പുറത്തോട്ട് പോവുകയാണ്. അംബിക ഭയങ്കര സന്തോഷത്തോടെ പറയും, അങ്ങനെ എല്ലാം പെരുവഴിയിലായി. വീടും കൂടുമില്ലാതെ തേരാപ്പാരാ നടക്കുക. എനിക്കാണെങ്കിൽ ഇതിൻ്റെ സന്തോഷം അടക്കാനും പറ്റുന്നില്ല. എല്ലാവരും ഒരു റോഡ് വക്കിൽ നിന്ന് നിൽക്കുവാണ്. വേണുവേട്ടൻ ആർക്കൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ സമയം ഹൃതിയുടെ ഫോണിലോട്ട് അംബിക വിളിക്കുവാണ്. ഹൃതിയെ വിളിച്ചിട്ട് അംബിക പറയാം, നീ പെരുവഴിയിലായി അല്ലേടി? എടി, അംബിക വർമ്മ ആരാണെന്ന് നിനക്കറിയില്ലേ? കൂടുതൽ ആളിക്കത്തുന്ന തീയ, ഒരിക്കലും അണയുന്ന തീയല്ല. അത് നീ ഓർത്തോ. ഇനി വരാൻ പോകുന്നത് നിനക്കും നിന്റെ അമ്മയ്ക്കും വെച്ചിരിക്കുന്ന പണിയാ. അതിനി വലിയ കാലതാമസമൊന്നുമില്ല. നീ വെച്ചിട്ട് പോടി അംബികെ. നിനക്കുള്ളത് ആകാശത്ത് ഉരുണ്ട് കൂടുന്നുണ്ടടി. അതൊരു തീമഴയായി നിന്റെ തലയിൽ വന്ന് വീഴും. അതിനി വലിയ കാലതാമസം ഇല്ലടി എന്ന് പറഞ്ഞിട്ട് ഹൃതിയ ഫോൺ കട്ട് ചെയ്തു. രാജു ഹൃതിയോട് ചോദിക്കുന്ന, ആരായിരുന്നു ഫോണിൽ? അത് ഞാൻ പിന്നെ പറയാം രാജു. എടാ രാജു, ആ ശാരത്തെ ഗോപിയായി വിളിച്ചത്. ഇന്നലെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ കഷ്ടകാലത്തിന് ഇന്നലെ അത് ആരോ വന്നെടുത്തു. രാജു, വേണുവങ്കലിനോടൊന്നും പറയാവോ? ഞാൻ അമ്മാമ്മയോട് പറയാം. ഒന്നിൽ നമുക്ക് സൂര്യമംഗലത്ത് പോയി താമസിക്കാം. അല്ലാതെ എത്ര വീടുകളുണ്ട്. അത് ശരിയാവില്ല ഋതു, അച്ഛൻ സമ്മതിക്കില്ല. എനിക്കും അത് ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ ഒരുമാതിരി ദുരഭിമാനമല്ലേ രാജു? പ്രിയ പറയാം, ഒടുവിൽ നടുറോഡിൽ വായി. എന്നിട്ടും അന്തസ്സിനും അഭിമാനത്തിനും തറവാടിത്തത്തിനും ഒരു കുറവുമില്ല. അഭിമാന സ്തംഭങ്ങളായ ഒരച്ഛനും മോനും, മാതൃക തന്തയും മാതൃക മകനും. രാധമ്മ സങ്കടത്തോടെ പറയാം, എൻ്റെ ദൈവമേ, ഇനി എന്തു ചെയ്യും? പ്രിയ ദേഷ്യത്തോടെ എല്ലാം ഓരോരുത്തരുടെ കയ്യിലിരിപ്പുകൊണ്ട് വന്നതല്ലേ, എല്ലാം അനുഭവിക്കും. എടിയടി, എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ. വേണുവേട്ടൻ ദേഷ്യത്തോട് പ്രിയോട് പറയുക, ഇവളെ കരയിപ്പിക്കാനെങ്ങാണം നീ ശ്രമിച്ചാൽ ഞാൻ കേട്ടു നിൽക്കില്ല, പറഞ്ഞേക്കാം. അച്ഛാ വേണ്ട അച്ഛാ, പെരുവഴിയിൽ കിടന്ന് വഴക്കുണ്ടാക്കല്ലേ. എന്തെങ്കിലും വഴി ഉണ്ടാകുവച്ചാ. തൽക്കാലം വല്ല റൂമും കിട്ടുമെന്ന് നോക്കട്ടെ. പ്രിയയുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. കണ്ട അലവിലാതി ലോഡ്ജിലോട്ടൊന്നും ഞാനില്ല. റൂം എടുക്കുവാണെങ്കിൽ നല്ല റൂം തന്നെ എടുക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു ലോഡ്ജിൽ വന്നിരിക്കുവാണ്. ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോടാ മോനെ. വേണുവേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടടക്കം നോക്കുവാണ്. പ്രിയ പറയാ, പേര് കൊട്ടാരൻ ലോഡ്ജ്, കണ്ടിട്ടൊരു കൂതറ ലോഡ്ജ്. കൊതുകിൻ്റെ മൂട്ടയുടെയും വിരളിയായിരിക്കും. പ്രിയയുടെ ഈ അഹങ്കാര വർത്തമാനം വേണുവേട്ടയുടെ ദേഷ്യം കൊണ്ടുപോയി. ഈ സ്ഥലത്തെ ഇവിടൊക്കെ ഇതൊക്കെ പറ്റൂ, ഇഷ്ടമുണ്ടെങ്കിൽ സഹിച്ചു നിന്നാ മതി. എന്ന് വെച്ചാൽ ഇതുവരെ സപ്രപഞ്ചത്തിലല്ലായിരുന്നോ നിന്റെ കിടപ്പ്? അതെ, സപ്രപഞ്ചത്തിൽ കിടത്താതിരുന്നതേ ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ അച്ഛാ. മക്കൾക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. ഇവിടെ അച്ഛനും മകനും ആണെങ്കിൽ അഭിമാന ഗോപുരം. എടി മതിയടി കളിയാക്കിയത്. എത്ര കാലം നിന്റെ ഈ അഹങ്കാരം ഉണ്ടായിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. റിസപ്ഷനിൽ ആരെയും കാണുന്നില്ലല്ലോ അച്ഛാ. ഓ, ഇനി ഇതിപ്പോ വല്ല വഴിയമ്പലോ മറ്റോ ആണോ? പ്രിയ വീണ്ടും കുത്തുവാക്കുകൾ പറയുവാണ്. എൻ്റെ പ്രിയെ, നീ ഒന്ന് അടങ്ങി നിൽക്ക്. രാധമ്മ സങ്കടത്തോട് പറയാം, ഞാൻ വേണമെങ്കിൽ അടങ്ങി നിൽക്കാം. ഇത്തരം കെട്ട സെറ്റപ്പിലൊന്നും എൻ്റെ ജയേട്ടൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഓ, എന്ന് വെച്ചാൽ അവൻ മജിസ്ട്രേറ്റ് അല്ലയോടി മോളെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നിനക്കൊരു വീടുണ്ടല്ലോ, നീ അങ്ങോട്ട് പോ. പണി മുഴുവൻ തീർന്നില്ലെങ്കിലും അവിടെ പോയി താമസിക്കാമല്ലോ. പ്രിയ ഒരിക്കലും വിചാരിച്ചില്ല വേണുവേട്ടൻ അങ്ങനെ പറയുമെന്ന്. പ്രിയ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഓ, ഇവിടൊക്കെ അപ്പടി ഉറുമ്പാണല്ലോ. പണ്ട് കൊച്ചമ്മണിയായിരുന്നു ശല്യം, ഇപ്പോഴാണെങ്കിൽ ഉറുമ്പ്. അപ്പോഴാ ലോഡ്ജിലോട്ട് ഒരാൾ ബൈക്കിൽ വരുന്നുണ്ട്. അകത്തോട്ട് വന്നിട്ട് അയാൾ ചോദിക്കും, അല്ല രാജു സാർ എന്താ ഇവിടെ? അയ്യോ, ഇത് സതീശൻ സാറിൻ്റെ ആയിരുന്നു ഈ ലോഡ്ജ്. അല്ല, ഇത് എൻ്റെതൊന്നുമല്ല, ഞാൻ ലീസ്റ്റിലെടുത്ത് നടത്തുന്നതേ ഉള്ളൂ. സതീശൻ സാറേ, ഇത് എൻ്റെ ഫാമിലിയാണ്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് 2 ദിവസം താമസിക്കാൻ ഞങ്ങൾക്ക് റൂം വേണം. ഒരു റൂമൊന്നും പോരല്ലോ സാറേ, ഒരു ഡീലക്സ് റൂം അങ്ങ് തരാം. അതിലാകുമ്പോൾ 3 ഫാമിലി കോട്ടുണ്ട്. എന്താ രാജു സാറേ, അതുപോലെ? അയ്യോ, അത് മതി. ഇതേ തൽക്കാലം ആരും അറിയണ്ട. രാജു അങ്ങനെ പറയുമ്പോൾ സതീശൻ പറഞ്ഞു, ഞാനായിട്ട് ആരോടും പറയില്ല സാറേ. പക്ഷേ പ്രതാപവർമ്മ സാറിൻ്റെ ആരാധകർ എല്ലായിടത്തും ഉണ്ട്. അവർ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഉത്തരവാദിയല്ല. ഭാര്യ വീട്ടിൽ അഭയം ചോദിച്ചു ചെല്ലാൻ എല്ലാവർക്കും ഉണ്ട് അഭിമാനത്തിൻ്റെ പ്രശ്നം. അങ്ങനെ റൂം റെന്റ് കൊടുക്കാൻ രാജു ഒരുങ്ങുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തൽക്കാലം വേണ്ട, അതൊന്നും പറ്റില്ല, ഇതൊരു അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് രാജു സതീഷിൻ്റെ കയ്യിൽ പൈസ കൊടുക്കുവാണ്. നിങ്ങൾ വരൂ, റൂം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ സതീഷ് അവരെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോവുകയാണ്. അമ്പയ്ക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ചാടണോ ഓടണോ കുതിക്കണോ ഒന്നും അറിയാതെ അവൾ പറയാ, മാലപ്പടക്കം പോലും ഇങ്ങനെ ഓരോന്ന് പൊട്ടണം, ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് പൊട്ടിക്കണം.
അപ്പോൾ ഫ്രണ്ട്സ്, ദുഷ്ടയായ അംബികയും രുക്മിണിയും ചേർന്ന് രാജുവിനെയും കുടുംബത്തെയും പെരുവഴിയിലിറക്കി. പക്ഷേ ഇവർക്ക് വരാൻ പോകുന്ന ദുരന്തം എന്താണെന്നുള്ളത് ഉടനെ തന്നെ നമുക്കറിയാം. അംബികയ്ക്ക് എന്തായാലും നാളെ തന്നെ ഒരു ഭൂകമ്പം പൊട്ടും. അനന്തംപിള്ള അതിനുള്ള പണിയെല്ലാം അംബികയുടെ മകനെ വെച്ച് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതൊക്കെ എന്താകുമെന്നുള്ളത് നാളത്തെ റിവ്യൂവിൽ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.